കുമാരനെല്ലൂർ ദേവീക്ഷേത്രം ഏകദേശം ഒരു 3000 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് മധുര മീനാക്ഷി സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ മധുര മീനാക്ഷി ദേവി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. കേരമാൻ പെരുമാൾ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഉദയനാപുരത്തും കുമാരനെല്ലൂരും 2 ക്ഷേത്രം പണിയുകയും ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനും ഉദയനാപുരത്ത് ദേവി പ്രതിഷ്ഠയ്ക്കും വേണ്ടിയായിരുന്നു ക്ഷേത്രം പണിതത്. എന്നാൽ ഇവിടെ മധുര മീനാക്ഷി കുടിയേറുകയും ആ ഒരു സങ്കല്പത്തോടു കൂടി ആയതുകൊണ്ട് ഇവിടെ ദേവീക്ഷേത്രമാവുകയും ഉദയനാപുരത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം ആയി പ്രതിഷ്ഠ നടന്നു വരികയാണ്. ഈ ക്ഷേത്രത്തിലാണ് ഏകദേശം ഒരു 3 തലമുറയ്ക്ക് മുമ്പ് തന്നെ മയിലാട്ടം എന്ന കലാരൂപം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉത്ഭവം തന്നെ ഈ കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. തിരുവുത്സവകാലത്ത് ഈ ദേവീക്ഷേത്രത്തിൽ വേലകളിക്ക് മുന്നിലായിട്ടാണ് ഈ മയിലാട്ടം എന്ന കലാരൂപം നടക്കുന്നത്. ചായില്യം, മനയോല എന്നിവ അരച്ചെടുത്തിട്ട് അത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിന് മിനുക്കെന്ന് പറയും. കഥകളിലെ മിനുക്ക് വേഷം. കരിമഷി കൊണ്ട് കണ്ണെഴുതി, പിന്നെ അതിന് മേലിൽ സിന്ദൂരം കൊണ്ട് ചുണ്ടെഴുതി, കവൾ ചുട്ടി വരച്ച്, വെള്ള പൊടി കൊണ്ട് കുറി വരച്ച് വേഷം മുഖത്തിൻ്റെ രൂപം ആക്കിയെടുക്കുന്നത്. അതാണ് മിനുക്ക് വേഷം എന്ന് പറയുന്നത്. കഥകളിയുടെ മിനുക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും വരയിൽ വ്യത്യാസമുണ്ട്. ആദ്യം പൈജാമ കെട്ടി, ചന്തി കെട്ടി, അതിനുശേഷം 18 മുഴം കച്ച കെട്ടി, ആ കച്ചയിൽ ഉടുത്തുകെട്ട് വാല് ഓരോന്നോരോന്ന് ഞുറിഞ്ഞ് കെട്ടി വട്ടം. അതിനുശേഷം വലിയ ഞുറി, മയൂരനൃത്തത്തിന് വലിയ ഞുറി എന്ന് പറയാം, വലിയ ഞുറി കെട്ടി അതിൻ്റെ മേളിൽ ചെറിയ ചെറിയ ഞുറികൾ കെട്ടി കുപ്പായമിട്ട് വളയണിഞ്ഞ് തോൾപ്പൂട്ട്, ഹസ്തഘടകം, പിന്നെ പരുത്തിക്കാമണി ഇങ്ങനെയുള്ളവയെല്ലാം കെട്ടി അതിനുശേഷം നെഞ്ചാരം കഴുത്താരം എല്ലാം കെട്ടിയതിന് ശേഷം പിന്നെ മുടി വെക്കുക എന്നുള്ള ചടങ്ങ്. മുടി വെക്കുക എന്ന് പറഞ്ഞാൽ, മുടി എന്ന് പറഞ്ഞാൽ കിരീടം വെക്കുക. അതിന് കറുത്ത കച്ച കെട്ടി തോട കെട്ടിയതിന് ശേഷം മുടി വെക്കുന്നു. മുടി വെച്ചതിന് ശേഷം ചെവിപ്പൂവ്, ചാമരം ഇങ്ങനെയുള്ളതെല്ലാം അണിയുന്നു. പൊയ്ക്കാല് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മയൂരനൃത്തത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പൊയ്ക്കാൽ. 2 അടി പൊയ്ക്കാലിൽ നിന്നുകൊണ്ടാണ് മയൂരനൃത്തം അവതരിപ്പിക്കുന്നത്. ചെറിയ പട്ടുഞ്ഞുറികളെല്ലാം അത് ഭംഗിയാക്കി കഴിഞ്ഞതിന് ശേഷം മയിൽവാഹനം, ദേവവൃക്ഷത്തിൽ കൊത്തിപ്പണത മയിൽവാഹനം എന്നാണ് നമ്മൾ പറയുന്നത്. അത് അരിയിൽ കടിപ്പിച്ചതിന് ശേഷം പിന്നിൽ പീലിവട്ടം കടിപ്പിക്കുന്നു. പീലിവട്ടം എന്ന് പറഞ്ഞാൽ മയിൽപ്പീലി പ്രത്യേക രീതിയിൽ തുന്നിയെടുത്ത വട്ടം, അത് പുറകിൽ കടിപ്പിച്ച് കഴിയുമ്പോൾ മയിലിൻ്റെ പുറത്ത് സുബ്രഹ്മണ്യൻ ഇരിക്കുന്ന ഭാവമായി. മയൂരനൃത്തത്തിൻ്റെ കഥയെന്ന് പറയുന്നത്, സുബ്രഹ്മണ്യൻ താരകാസുരവധം കഴിഞ്ഞ് കൈലാസത്തിലോട്ട് വരുന്നൊരു ഭാഗമാണ് കഥ തുടങ്ങുന്നത്. സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ച് മയിലിൻ്റെ പുറത്ത് കയറി വരുന്നതാണ് മയൂരനൃത്തത്തിൻ്റെ ഒരു രൂപം. താരകാസുരവധം കഴിഞ്ഞ് മയിൽവാഹനത്തിലേറി കൈലാസത്തിലോട്ട് വരുമ്പോൾ പിന്നെ ഭൂതഗണങ്ങൾ, ദേവന്മാർ, 33 കോടി ദേവന്മാരും അവരുമായിട്ടുള്ള സംവാദമുണ്ട്, സന്തോഷം. അത് സംസാര രീതിയിലല്ല, ഭാവമായ രീതിയിലാണ് നടത്തുന്നത്. അപ്പോൾ ദേവന്മാർ ഇങ്ങനെ കാണുന്ന ഓരോ ഇന്ദ്രനെ, അങ്ങനെയുള്ള ഓരോ ദേവന്മാരെ എല്ലാം കണ്ട് ഈ സന്തോഷം ഇങ്ങനെ പങ്കുവെക്കുന്നു. കൈലാസത്തിലോട്ട് വരുന്ന ഭഗവാനെ, ശിവപാർവതിമാരെ കാണുക. അപ്പം അവർ തമ്മിലുള്ള ഒരു സന്തോഷകരമായിട്ട് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പം പ്രജകളും എല്ലാവരും ഉണ്ട്. കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരിച്ച് പോരുന്നൊരു ഭാഗമാണ്. ആശാൻ BK പരമേശ്വരൻ നായർ ആശാനായിരുന്നു. ആശാനിൽ നിന്നാണ് എൻ്റെ അച്ഛനും കുമാരനെല്ലൂർ മണി ഇത് അഭ്യസിച്ചെടുത്തത്. എൻ്റെ ഗുരുവും പിതാവായ മണിയിൽ നിന്നാണ് ഞാൻ ഈ കലാരൂപം അഭ്യസിച്ചെടുത്തത്.